നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പലരും ഡെലിവറി കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞത് ഡെലിവറി കഴിഞ്ഞത് എന്തുമാത്രം പെയിൻ, അതുകൂടെ അത് മറ്റുള്ളവരുമുണ്ട്. ഹെൽത്ത് വീക്കായവരെല്ലാം എല്ലാം സ്ട്രഗിൾ ചെയ്ത് നമ്മൾ പാസ്സാകുമ്പോൾ നമ്മൾ ഡോക്ടറെ ജോലി എന്നുള്ളത് ആ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ സർക്കാർ ശരിക്കും ഞങ്ങൾക്കൊരു അനുകൂലമായി തീരുമാനമെടുക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളിവിടെ നിൽക്കുക. എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കണം. ഓരോ ദിവസം കഴിഞ്ഞോണ്ടെന്ന് കാരണം ഈ നിലവിലിറക്കണമെന്ന് ഞങ്ങൾക്ക് അറിയുള്ളൂ. വീട്ടിൽ കുഞ്ഞിനെ കിട്ടുന്നവരുടെ വീട്ടിൽ വിളിക്കുമ്പോൾ പോലും കുഞ്ഞിൻ്റെ കരച്ചിന് ഒരു സൈക്കിൾ പറ്റണമില്ല. സമയത്ത് തോന്നിയിട്ട് പോകുന്നത് എണീറ്റിട്ട് പോയാലും ഞങ്ങൾക്ക് ഒന്നുമില്ല. കുഞ്ഞിനാണെങ്കിലും മുന്നോട്ട് പോകുന്നത് മാർഗം വേണ്ട. ഇനിയും പഠിക്കാറെന്ന് വളരെ എളുപ്പമാണ്. പക്ഷേ നമുക്ക് ജീവിതത്തിൽ അതിനുള്ളൊരു സാഹചര്യം വേണ്ട. പഠിക്കാനുള്ളൊരു സാഹചര്യം അതുമില്ല. അറിവിൻ്റെ എല്ലാവരും പോയിട്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കഴിയും പറ്റുമില്ല. ഇനി PSC പഠിക്കാനൊക്കെ പറ്റില്ല. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഈ തെരുവിൽ വന്നിട്ട് പോലും അത്രയും സ്ട്രഗിൾ ചെയ്ത് ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾക്ക് അറിയില്ല. ഈ 14 ജില്ലയിലുള്ള ഞങ്ങൾ ഇത്രയും ഒരുമിച്ച് നിൽക്കുന്നത് ആരെയും മനസ്സിൽ കണ്ടിട്ട് പോലുമില്ല. ഞങ്ങളിവിടെ വന്ന് അത്രയും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യം ജോലി മാത്രമാണ്. ഈ ജോലിയാണ് ഞങ്ങളുടെ ജീവിതം. എന്തുകൊണ്ടാണ് ഞങ്ങൾ കണ്ണീര് കൊണ്ടില്ലെങ്കിലും വേണ്ടിയില്ല. ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നോടെ വേക്കൻസി ഉണ്ടായിട്ടല്ല. സാമ്പത്തികമാണ് ഞങ്ങളെന്ത് ചെയ്തിട്ടാ. ഇനിയിപ്പോൾ ഇതിന് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് ഇനി പറ്റില്ല. ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എന്താണെന്ന് പോലും അറിയില്ല. 19 കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. വെറും വ്യക്തികളായിട്ട് തിരിച്ചു പോകാൻ അറിയില്ല. കുറേ പേര് പരീക്ഷിക്കാനുണ്ടാകും. പക്ഷെ വീട്ടിലവസ്ഥ വീട്ടിൽ അച്ഛനും ഒക്കെ വിചാരിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. നമ്മുടെ ഈ ലിസ്റ്റിൽ കയറാൻ വേണ്ടി എന്തുകൊണ്ട് അവരെ നമ്മുടെ കൂടെ ഞാൻ ഈ ലിസ്റ്റിലേക്ക് പോകുന്ന